ബിടെക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് പഠിക്കുക, താമസവും ഫുഡും ഫ്രീ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.5 ലക്ഷത്തിൽ കുറയാത്ത വാർഷിക ശമ്പളം. അങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയാണ്. നേവൽ അക്കാഡമി ഏഴിമലയിൽ വെച്ചാണ് ഈ കോഴ്സ് കൊടുക്കുന്നത്. അൺമാരീഡായ അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജോലി കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്ക്. 2 കോഴ്സുകളാണ്. ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 2007-നും 2010-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 70% കുറയാത്ത മാർക്കോടെ, ടോട്ടൽ മാർക്കോടെ +2 സയൻസ് പാസ്സാവാന്നുള്ളതാണ്. മാത്രമല്ല 10ാം ക്ലാസ്സിലും +2-ലും ഇംഗ്ലീഷ് 50% മാർക്ക് കുറയരുത്. ദെൻ സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം രസകരമാണ്. പെർട്ടിക്കുലറായിട്ടൊരു എൻട്രൻസ് എക്സാം ഒന്നുമില്ല. എക്സാം നമ്മളെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ് NTA കണ്ടക്ട് ചെയ്ത 2026 ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ആ മാർക്ക് എൻട്രി ചെയ്യണം. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താ? SSB, സർവീസ് സെലക്ഷൻ ബോർഡ് ടെസ്റ്റാണ്. സർവീസ് സെലക്ഷൻ ബോർഡ് ടെസ്റ്റാണ് ഡിഫൻസ് ടെസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയതും ടഫായതും. അതിനെ ലാഘവത്തോടെ എടുക്കരുത്. ഇതിന് അപേക്ഷിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ബാംഗ്ലൂരിലോ കൊൽക്കട്ടയിലോ ഇൻഡോറിലോ ഡെറാഡൂണിലോ ഒക്കെ ഉള്ള ഈ പല കോച്ചിങ് സെൻറ്ററുകളുണ്ട് SSBക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന. അവരെ കോൺടാക്ട് ചെയ്ത് ആ കോച്ചിങ് എടുത്ത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ, SSB എന്ന് പറഞ്ഞാൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ റിഗറസ് ആയ ഒരു സെലക്ഷൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം, സെലക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി ഡിഫൻസിൽ പണ്ടേയില്ല. ഉള്ളത് എലിമിനേഷനാണ്. ഡിഫൻസിന് പറ്റാത്ത കഴിവ്, പേഴ്സണാലിറ്റി, ഡിഫൻസിന് പറ്റാത്ത കഴിവല്ല, പേഴ്സണാലിറ്റി ഉള്ള ആളുകളെയൊക്കെ അവരെയൊക്കെ അത് ഒഴിവാക്കുക എന്നുള്ളൊരു മെത്തേഡാണ് അതിന്. അപ്പോൾ SSB വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. SSB കഴിഞ്ഞ് 3ാം ഘട്ടത്തിൽ വരുന്നത് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അപ്പോൾ ഈ 3 ജെയുടെ പെർഫോമൻസ്, SSB, മെഡിക്കൽ ഫിറ്റ്നസ്. ഇത് കഴിഞ്ഞ് സെലക്റ്റഡ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 വീതം സീറ്റാണുള്ളത്. പെൺകുട്ടികൾക്ക് പരമാവധി 8 സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് സെലക്റ്റഡ് ആയാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറക്ക്, അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബിടെക് സർട്ടിഫിക്കറ്റും കിട്ടും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നേരെ ജോലിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ബാക്കി ഡീറ്റെയിൽസും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും joinindiannavy.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുണ്ട്. ശ്രദ്ധിക്കുക, അവസാന ദിവസം, അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ജൂൺ 18 കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടും. കോഴ്സ് കൃത്യമായിട്ട് പൂർത്തിയാക്കാനും നല്ല കരിയറിലെത്താനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.